ചേട്ടാ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചൂട് ഏറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്ട്രാറ്റജി നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ തിരുവനന്തപുരത്താണ് തുടങ്ങുന്നത്. ഈ കാസർഗോഡ് നിന്ന് തുടങ്ങുകയാണെങ്കിൽ കാസർഗോഡ് ആർക്ക് അനുകൂലമായിരിക്കും പ്രാവശ്യം? കാസർഗോഡ് ജില്ലയാണോ കാസർഗോഡ് നിയമസഭാ മണ്ഡലമാണോ? നമുക്ക് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തുടങ്ങാം. പക്ഷെ കാസർഗോഡ് ജില്ലയെ പറ്റി സംസാരിക്കുമ്പോൾ മഞ്ചേശ്വരത്തെ പറ്റി സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. മഞ്ചേശ്വരം അറിയാം, സുരേന്ദ്രന് ചുണ്ടിനും കപ്പിനും ഇടയിൽ പോയ മഞ്ചേശ്വരം അടങ്ങുന്ന കാസർഗോഡ് ജില്ല. അതിൽ സുപ്രധാനമായ നിയമസഭാ മണ്ഡലം കാസർഗോഡ് തന്നെയാണ്. 1977 TA ഇബ്രാഹിമിന് ശേഷം CT അഹമ്മദ് 7 തവണ കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തെ പ്രദാനം ചെയ്ത് കേരള നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ള മണ്ഡലമാണ് കാസർഗോഡ് നിയമസഭാ മണ്ഡലം. 2011 മുതൽ 2021 വരെ NA നെല്ലിക്കുന്ന് ആണ് കാസർഗോഡ് പ്രദാനം ചെയ്യുന്ന MLA. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവാണ്. അപ്പോൾ ഇത്തവണ NA നെല്ലിക്കുന്ന് മത്സരരംഗത്തുണ്ടാകില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ രംഗത്ത് ചർച്ചാ വിഷയം. അപ്പോൾ മറ്റാര് എന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട്. അതിനേക്കാൾ അപ്പുറത്തേക്ക് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു മന്ത്രിയില്ല എന്നുള്ളത് ഒരു വലിയ നിരാശാജനകമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇനി വരാൻ പോകുന്ന മന്ത്രിസഭയിൽ അത് UDF അനുകൂലമായിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരിൽ ഒരു മന്ത്രി കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണം. അതുകൊണ്ട് തന്നെ KM ഷാജിയെ പോലെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ മുൻ MLA ഒക്കെ പേരുകളാണ് കാസർഗോഡ് ഉയർന്നു കേൾക്കുന്നത്. പക്ഷേ കാസർഗോട്ടെ UDFകാരുടെ ഒരു പൊതുവികാരം എന്ന് പറയുന്നത് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളെ ഞങ്ങൾക്ക് വേണ്ട. KM ഷാജി കാസർഗോഡുകാരനല്ല. അപ്പോൾ കാസർഗോഡ് നിന്ന് KM ഷാജി ജയിച്ചു വന്നാലും അദ്ദേഹം മന്ത്രിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു കാരണവശാലും എന്തില്ല, കാസർഗോഡിന്റെ മന്ത്രിയാണ് എന്ന് പറയാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം. അതുകൊണ്ട് തന്നെ കാസർഗോട്ടെ UDFന്റെ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതൃത്വങ്ങൾക്ക് ഒക്കെ അവിടെ കാസർഗോഡുകാരനായ ഒരു നേതാവിനെ മത്സരിപ്പിക്കണം എന്ന താല്പര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആര് എന്ന ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട്. അതുമാത്രമല്ല, BJPക്ക് അത്യാവശ്യം സ്വാധീനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ജില്ലകളിൽ ഒന്നാണ് കാസർഗോഡ്. മഞ്ചേശ്വരം കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന നിയമസഭാ മണ്ഡലമാണ്. എങ്കിൽ പോലും അതിൻ്റെ ഒരു അലയൊലികൾ ഈ പറയപ്പെടുന്ന മറ്റു മണ്ഡലങ്ങളിലുമുണ്ട്. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ ഈ ഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷ ജനത, ഹൈന്ദവ ജനതയുടെ വോട്ട് ബാങ്ക് അത് എങ്ങോട്ട് പോകുന്നു അതിനനുസരിച്ച് കാര്യങ്ങൾ മാറി മറിയാനുള്ള സാഹചര്യം അവിടെയുണ്ട്. നമുക്കറിയാം, കാസർഗോഡിന്റെ MP പേര് രാജ്മോഹൻ ഉണ്ണിത്താണ്. ഹൈന്ദവ മതവിശ്വാസിയായ രാജ്മോഹൻ ഉണ്ണിത്ത് തന്നെയാണ് കാസർഗോഡിന്റെ MP ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരുപോലെ സ്വീകാര്യനായ, മുസ്ലിം സംഘടനകളിൽ എല്ലാ സംഘടനകൾക്കും ഒരുപോലെ സ്വീകാര്യനായ ഒരു വ്യക്തിത്വത്തിൽ തന്നെ കാസർഗോഡ് പരിഗണിക്കണമെന്ന ആവശ്യം കാസർഗോഡ് ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ KM ഷാജി മത്സരിച്ചാലുള്ള പ്രശ്നം എന്താ? KM ഷാജിയുടെ ഒരു വൈറൽ പ്രശ്നം നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. മതമാണ് പ്രശ്നം എന്ന് കൃത്യമായി പറയുന്ന, മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് KM ഷാജി പറയാതെ പറഞ്ഞു വെച്ച ഒരു പ്രസംഗം ഒരു ആളെ നോക്കിയിട്ടാണ് പറയുന്നത്. ഇതൊക്കെ അവിടുത്തെ ഹൈന്ദവ ജനതയെ വല്ലാതെ സ്വാധീനിക്കാൻ കാരണമാകും. അപ്പോൾ ഹൈന്ദവ ജനത മുസ്ലിം ലീഗിനൊപ്പം നിൽക്കുന്ന ഹൈന്ദവ ജനത കൃത്യമായിട്ട് ഇത് ബ്രാൻഡ് ചെയ്യും. LDFും BJPയും ബ്രാൻഡ് ചെയ്യും. അപ്പോൾ അവിടുത്തെ കാസർഗോഡിന്റെ ഒരു മതേതരത്വ മുഖമുണ്ട്. അവിടെ ഹൈന്ദവരെന്നോ ഇസ്ലാം മതവിശ്വാസിയെന്നോ ക്രൈസ്തവ മതവിശ്വാസിയെന്നോ വേർതിരിവുകളൊന്നും ഇല്ലാതെയാണ് അവരൊരൊറ്റ ജനതയായിട്ട് അവിടെ നിലനിന്ന് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് KM ഷാജി അവിടെ മത്സരിച്ചാൽ അതൊരു തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്പോൾ നോക്കൂ, ഇതൊരു പൊന്നാപുരം കോട്ടയാണ്. UDFന്റെ പൊന്നാപുരം കോട്ട 1952 മുതൽ ഇങ്ങോട്ടേക്ക് പൊന്നാപുരം കോട്ടയായി തുടരുന്ന കാസർഗോഡ് നിയമസഭ. അപ്പോൾ മറ്റാര് എന്ന ചോദ്യമുണ്ട്. അവിടെ മത്സരിക്കാൻ അല്ലെങ്കിൽ മത്സരിപ്പിക്കാൻ യോഗ്യതയുള്ള എല്ലാവിധമായ അർഹതയുമുള്ള സ്ഥാനാർത്ഥികൾ മുസ്ലിം ലീഗിൽ ഒട്ടേറെ പേരുണ്ടെങ്കിലും അതിലേറ്റവും ശ്രദ്ധേയമായ പേര് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റും UDFന്റെ കാസർഗോഡ് ചെയർമാനുമായിരിക്കുന്ന കല്ലട്ര മാഹീൻ ഹാജിയുടെ പേരാണ്. എന്തുകൊണ്ട് കല്ലട്ര മാഹീൻ ഹാജി എന്ന് ചോദിച്ചാൽ, മാഹീൻ ഹാജി കാസർഗോഡിന്റെ ഒരു മതേതര മുഖമാണ്. എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരുപോലെ സ്വീകാര്യനായ, സമസ്തയുടെ 2 വിഭാഗങ്ങൾക്കും ഒരുപോലെ സ്വീകാര്യനായ, ജനകീയനായ, അടിത്തട്ടിൽ വ്യക്തിബന്ധങ്ങളുള്ള നേതാവിന്റെ പേരാണ് ഈ പറയപ്പെടുന്ന കല്ലട്ര മാഹീൻ ഹാജി. കല്ലട്ര മാഹീൻ ഹാജിയുടെ പിതാവ് കല്ലട്ര അബ്ദുൽ ഖാദർ ഹാജി, അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം മലബാർ മേഖലയിൽ നിന്നുള്ള പ്രശസ്തനായ ജനകീയനായ ഒരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിരുന്നു. അവിഭക്ത കണ്ണൂരിൽ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ട്രഷററായിരുന്നു. അതുപോലെ തന്നെ CH മുഹമ്മദ് കോയ, ബാഫക്കി തങ്ങൾ അടക്കമുള്ള ഈ പറയപ്പെടുന്ന മൺമറഞ്ഞു പോയ ലീഗ് നേതാക്കന്മാരുടെ ഇടത്തും വലത്തും നിന്ന് മുസ്ലിം ലീഗിന് കേരളം മുഴുവൻ ഒരു വലിയ സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കാൻ പ്രവർത്തിച്ച അത്രയും മഹാനായ ഒരു മനുഷ്യന്റെ മകനാണ് ഈ പറയപ്പെടുന്ന കല്ലട്ര മാഹിർ ഹാജി. ആ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ തോന്നുന്നത്? ഇങ്ങനെ നീണ്ട് അത് കാസർഗോഡ് കൊല്ലത്തിരിക്കുന്ന രാഹുലിനാണ് ആ പേര് പറയാൻ ബുദ്ധിമുട്ടുള്ളത്. കല്ലട്ര മാഹിൻ ഹാജി എന്ന് പറഞ്ഞാൽ കാസർഗോഡുകാർക്ക് അത്രയും ജനകീയമായ ഒരു മുഖമാണ്.
അപ്പോൾ സ്വാഭാവികമായും അവിടെ എന്തുകൊണ്ട് ഈ കല്ലട്ര മാഹിൻ ഹാജിയുടെ പേര് പരിഗണിക്കണം എന്ന് ചോദിച്ചാൽ, അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റാണ്, പാർട്ടിയുടെ തന്നെ കാസർഗോഡ് ജില്ലയിലെ മുതിർന്ന നേതാവാണ്, UDFിൻ്റെ തന്നെ അറിയപ്പെടുന്ന മുതിർന്ന നേതാവാണ്. ലീഗ് പ്രവർത്തകരുടെ ഒരു പൊതുവികാരം ഉൾക്കൊള്ളാൻ കഴിയും. കാസർഗോഡിൻ്റെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ KM ഷാജി ലീഗിന് മോശക്കാരനാണെന്നല്ല ഞാൻ പറയുന്നത്. കാസർഗോട്ടെ മുസ്ലിം ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം ലീഗ് പ്രവർത്തകരുടെ ഒരു പൊതുവികാരം എന്ന് അവിടെ പറയുന്നത് കെട്ടിയിറക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾ കാസർഗോഡിന് വേണ്ട. അല്ല, സ്വാഭാവികമായിട്ടും ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആദ്യം തന്നെ പരിഗണനയിലേക്ക് വരുന്ന അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കും. കാരണം ജില്ലാ പ്രസിഡന്റ് കൃത്യമായിട്ട് എല്ലാവരും ജില്ലാ പ്രസിഡന്റ് കൃത്യമായ ഒരു അക്കോമഡേഷൻ വേണം. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ പിതാവും ഇദ്ദേഹവും ഒക്കെ ഈ പറയപ്പെടുന്ന മുസ്ലിം ലീഗിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്. ഈ സംഘടനയ്ക്ക് വേണ്ടി, UDFിന് വേണ്ടി, UDF പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്. KM ഷാജി അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ BJPക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. കാരണം അവർ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ CPM അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്, BJP അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് KM ഷാജിയുടെ ഈ ഒരൊറ്റ പ്രസംഗമായിരിക്കും. മതമാണ് പ്രശ്നം എന്ന ആ ഒരൊറ്റ പ്രസംഗത്തെയാണ് അവിടെ ഈ പറയപ്പെടുന്ന രണ്ട് മുന്നണികളും അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ LDFിനും BJPക്കും ഇത് ഒരുപോലെ ഹൈന്ദവ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ അവിടെ സാധിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും ഈ KM ഷാജിയുടെ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം വരുമ്പോൾ കാസർഗോഡിന് വേണ്ടുന്നത് കാസർഗോഡിൻ്റെ വികാരങ്ങൾ അറിയാവുന്ന, കാസർഗോഡിൻ്റെ വികസന സ്വപ്നങ്ങൾ അറിയാവുന്ന, കാസർഗോഡിൻ്റെ ജനതയെ അടുത്തറിയാവുന്ന ഒരു സൗമ്യ മുഖമുള്ള രാഷ്ട്രീയ നേതാവാണ്. അതിന് ഉത്തമമായ പേരാണ് ഈ പറയപ്പെടുന്ന കല്ലട്ര മാഹിൻ ഹാജിയുടേത്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡിനെ സംബന്ധിച്ച് കാസർഗോഡ് മുഴുവൻ കോൺഗ്രസിലേക്ക്, UDFിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ വിശ്വാസം. അവിടെ LDFിന് കൃത്യമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, LDF തിരിച്ച് കയറി വന്നു കഴിഞ്ഞാൽ, അതായത് ഇത്രയും വർഷമായിട്ട് വരുമ്പോൾ അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായിട്ടും ഉണ്ടായില്ലേ? അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അവിടെ LDFിന് ഒരു ചാൻസ് നിലനിൽക്കുന്നത്. ഞാൻ അതാണ് പറഞ്ഞത്, UDFിന് കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഹൈന്ദവ വോട്ട് ബാങ്ക് ഉണ്ട് കാസർഗോഡൊക്കെ. അത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഹൈന്ദവരോട് വോട്ട് ചെയ്യുന്നില്ല എന്നർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും പതിറ്റാണ്ടുകളായി മുസ്ലിം ലീഗിനോട് സ്ഥാനാർത്ഥി ഉണ്ടാക്കി ജയിപ്പിച്ച് MLA ആക്കാൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കിട്ടുന്ന മുസ്ലിം വോട്ടുകളെ KM ഷാജിയെ പോലെ വർഗീയ പ്രസംഗം നടത്തുന്ന ഒരാൾ വന്ന് മത്സരിച്ചാൽ അത് ഉറപ്പായും ഒരു തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും ഈ ഞങ്ങൾ മതത്തിന് വേണ്ടിയാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ പറയപ്പെടുന്ന കല്ലട്ര മാഹിൻ ഹാജിയെ പോലെയൊക്കെയുള്ളവരുടെ ഒരു ചാൻസ്, അവർക്ക് ആളുകൾക്കിടയിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അവിടെയാണ്. കാരണം എല്ലാ തരം വിഭാഗക്കാർ, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കോ ഒരു മതവിഭാഗങ്ങൾക്കോ ഒരു പ്രത്യേക ജാതിക്കാർക്കോ ഒന്നും, അത് ഈ നമുക്കറിയാം മുസ്ലിം സമുദായത്തിനുള്ളിൽ തന്നെയുള്ള വിവിധ വിഭാഗങ്ങളൊക്കെ ഉണ്ട്, ഇവർക്കൊക്കെ ഇരു കൈകളും നീട്ടി സ്വീകാര്യനായ ഒരു മനുഷ്യനാണ് ഈ പറയുന്ന കല്ലട്ര മാഹിൻ ഹാജി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും UDFിൻ്റെ ചെയർമാനാണ്, UDFിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കല്ലട്ര മാഹിൻ ഹാജിയുടെ കാസർഗോഡ് സ്ഥാനാർത്ഥിത്വം അത് കാസർഗോഡ് ജില്ല മുഴുവനായി, കാസർഗോഡ് ജില്ല ഇപ്പം നമ്മളിപ്പോൾ ഷാഫിയെ പറ്റി പറയുന്നത്, ഷാഫി കോഴിക്കോടൊക്കെ മത്സരിച്ചാൽ കോഴിക്കോട് ജില്ലയിൽ മൊത്തം ഒരു ഓളം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്നത് പോലെ കല്ലട്ര മാഹിൻ ഹാജിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം കാസർഗോഡ് ജില്ലയിൽ മൊത്തത്തിൽ ഒരു പുതിയൊരു സന്ദേശം നൽകാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ BJPക്ക് കാസർഗോഡ് നിന്ന് അക്കൗണ്ട് തുറക്കാൻ ഒരു സ്വപ്നമുണ്ട്. മഞ്ചേശ്വരത്ത് ഞാൻ പറഞ്ഞതുപോലെ നിസ്സാര വോട്ടുകൾക്കാണ് അത് നഷ്ടപ്പെട്ടത്, കേസൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കല്ലട്ര മാഹിൻ ഹാജിയുടെ ഒരു വരവോടുകൂടി ഈ പറയപ്പെടുന്ന BJPയുടെ അത്തരത്തിലൊരു സ്വപ്നം അവിടെ തകർന്നു വീഴാൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല. ഇനി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ കാസർഗോഡ് നിന്ന് ഒരു മന്ത്രി എന്ന സ്വപ്നം അത് കല്ലട്ര മാഹിൻ ഹാജിയിലൂടെ സാധ്യമാക്കുക വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. അതിനുള്ള യോഗ്യതയുള്ള ആളാണ്, അതിനുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, അതിനുള്ള കുടുംബ പാരമ്പര്യമുള്ള ആളാണ്, രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാസർഗോഡിൻ്റെ ഒരു ചിത്രം അതാണ്. എന്തായാലും കാസർഗോഡിൻ്റെ മറ്റു സ്ഥാനാർത്ഥികളെ പറ്റി നമ്മൾ സംസാരിക്കേണ്ട സാഹചര്യം നിലവിലില്ല. ഇനിയിപ്പോൾ KM ഷാജി ആണ് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നെങ്കിൽ ഉറപ്പായും ഇടതിൻ്റെയും BJPയുടെയൊക്കെ സ്ഥാനാർത്ഥി ആരാണ് എന്ന ചർച്ചകൾ അവിടെ ഓപ്പൺ ചെയ്ത് വെക്കേണ്ടതുണ്ട്. നിലവിൽ അവിടെ UDFിൻ്റെ ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി, UDFിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ വിജയിക്കുന്ന ഒരു മണ്ഡലം. അപ്പോൾ KM ഷാജിയെ പോലെ അല്പം വർഗീയതയൊക്കെ പറയുന്ന ഒരാൾ വന്നാൽ ഉറപ്പായും ഇടതിൻ്റെ സ്ഥാനാർത്ഥി ആര്, BJPയുടെ സ്ഥാനാർത്ഥി എന്ന ചർച്ചയിലേക്കൊക്കെ പോകേണ്ടി വരും. ഇപ്പോൾ കല്ലട്ര മാഹിൻ ഹാജിയെ പോലെ ഒരു സ്ഥാനാർത്ഥിയാണ് കാസർഗോഡ് വരുന്നതെങ്കിൽ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും അവിടെ അരക്കെട്ടുറപ്പിക്കാം, അത് UDFിൻ്റെ മണ്ഡലം തന്നെയാണ്. മിഷൻ 100-ൽ VD സതീശനെ ചേർത്ത് വെക്കാൻ കഴിയുന്ന പേര് തന്നെയായിരിക്കും കാസർഗോഡ്. അത് കല്ലട്ര മാഹിൻ ഹാജിയിലൂടെ സാധ്യമാകും. മറ്റ് പേരുകളൊക്കെ അവിടെ പരിഗണിക്കാനുണ്ടെങ്കിൽ പോലും അതിൽ ഏറ്റവും യോഗ്യനായ പേര് കല്ലട്ര മാഹിൻ ഹാജിയുടെ തന്നെയാണ്.